29 വർഷം കൊണ്ട് മുന്നേ നീളമില്ല അത്രേ ഉള്ളൂ. ഓ ഞങ്ങളെ തള്ളേ കണ്ണാ അവിടെ കൊടുക്കും പോണത് എടുക്കാൻ പോണു. ഞാൻ അതാണ് സിമ്പിൾ ആയിട്ടുണ്ട്. ഞാനിതൊരു വഴിക്കാക്കും എന്റെ ഹെയർ സ്റ്റൈലും എടുത്തു. ട്രെയിൻ പിടിച്ചു വിട്ട് ഈ പട്ടിതാ വന്ന് എനിക്ക് ആൾക്കാർ വരുന്നുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ചാ മതി. അമ്മ മോള് കരയുന്ന പിന്നെ ചാക്കേട്ട് വെച്ചേക്കുന്നുണ്ട്. അയ്യോ അമ്മ ടാറ്റാ. എറണാകുളത്തിനാട്ടോ ഇന്ന് പോകുന്നത്. സീച്ചേട്ടനില്ല, സീച്ചേട്ടന് ലീവൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് സീച്ചേട്ടന് വരാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് പോകണമല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിങ്ങനെ ഇരുന്നപ്പോഴാണ് അനന്ത് പറഞ്ഞത് അവൻ എറണാകുളത്താണല്ലോ പഠിക്കുന്നത്, അപ്പൊ അവനും ക്ലാസ്സിന്റെ സമയമായി, എനിക്ക് ബുക്ക് ചെയ്ത് തന്നു കഴിഞ്ഞാൽ അവനും കൂടെ വലിഞ്ഞു കയറി വരാമെന്ന്. അങ്ങനെ ഞാൻ അവന് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ചാ. പിന്നെ അവിടെ നിന്ന് അൻവർ ഉണ്ട്. അപ്പൊ അവൻ ലാസ്റ്റ് മിനിറ്റ് ബുക്ക് ചെയ്തോണ്ട് അവനും ഒക്കെ വേറെ വേറെ കമ്പാർട്ട്മെന്റിലാണ്. അപ്പൊ നമുക്ക് നേരെ എറണാകുളത്തേക്ക് പോകാം. ഇനി ഒരു 2-3 ദിവസം അടിച്ചു പൊളിക്കാൻ പോവാ. ഭർത്താവും ഇല്ല, കുട്ടിയില്ല, ജങ്ക് ജിഗാജ. എന്താ ഒന്നും പറയാനില്ലേ? സീച്ചേട്ടന്റെ മുഖത്തൊരു സങ്കടമൊന്നും കാണുന്നില്ല, ഭയങ്കര ഒരു സന്തോഷം. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ സീച്ചേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഞങ്ങളെ കൊണ്ടുവിടാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പൊ നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലോട്ട് പോവുകയാണ്. 29 വർഷം കൊണ്ട് മുന്നേ ആര് ഞാനോ? നീ എന്നെയോ? അതങ്ങനെ ആനന്ദു, നിനക്ക് 28 വയസ്സേ ആയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഓ അങ്ങനെ. ദിവനോട് ഞാൻ എൻ്റെ കൂടെ വരാൻ പറഞ്ഞതാണ്, പക്ഷെ അവന് ഷർട്ട് തയ്ക്കാൻ കൊടുക്കാനുണ്ടായിരുന്നു, അല്ല തയ്ച്ചത് വാങ്ങാനുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ വേറെയാണ് കേട്ടോ വന്നത്. അങ്ങനെ അവിടെ നിന്നൊരു 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ട്രെയിൻ വന്നു കേട്ടോ. ട്രെയിനിൽ അങ്ങോട്ട് കയറി കഴിഞ്ഞ് സീച്ചേട്ടനെ നോക്കിയപ്പോൾ എനിക്ക് അങ്ങ് സങ്കടം വന്നു. തിരിച്ചങ്ങ് ഇറങ്ങിയാലോ എന്ന് വരെ തോന്നി. അറിയത്തില്ല, ഡൽഹി പോയപ്പോഴൊന്നും ഇത്ര വിഷമമില്ലായിരുന്നു, എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു. പോട്ടെ, സാരമില്ല. എന്തിനാ വിഷമം വരുന്നതെന്ന് അറിയത്തില്ല, വിഷമം വരുന്നു. 2,37,000 രൂപയാണ് ഇതുവരെ ട്രാൻസ്ഫർ ആയി. എനിക്ക് വിഷമം വന്നാലും കുറച്ചു നേരം കരഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആവും കേട്ടോ. അതങ്ങനെയാണ്. പക്ഷെ ഇന്നെന്തോ അറിയില്ല. നമ്മൾ വണ്ടിയിൽ കയറി ട്രെയിൻ എടുത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ മാഗിന്ന് മുട്ടായി എടുത്തു കേട്ടോ. എനിക്ക് ഡെയറി മിൽക്കിൻ്റെ ഈ ഒരു മൂസെന്നെങ്ങാണ്ടാട്ടോ ഇതിൻ്റെ പേര്, എനിക്ക് കറക്റ്റായിട്ടൊന്നും അറിയത്തില്ല. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എവിടെയെങ്കിലും ട്രിപ്പ് പോവുകയാണെങ്കിൽ അപ്പോൾ ബാഗിൽ വാങ്ങിച്ചിട്ടേക്കും. അങ്ങനെ കുറച്ച് അനന്തുവിൻ്റെ വായിലും കൊടുത്ത് ഞാനിരുന്ന് കമം അടിക്കുകയായിരുന്നു കേട്ടോ. അനന്തു ആണെങ്കിൽ എന്തെടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് 10-28 വയസ്സുണ്ട്, പക്ഷേ ഇപ്പോഴും കാർട്ടൂണും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് കേട്ടോ ഏത് സമയവും കണ്ടുകൊണ്ടിരിക്കുന്നത്. അവനത് കണ്ടുകൊണ്ടിരുന്നു. ഞാൻ പാട്ടൊക്കെ കേട്ട് കുറച്ച് നേരം ഇങ്ങനെ കിടന്ന് ചോക്ലേറ്റും കഴിച്ചുകൊണ്ടിരുന്നു. ഒരു പരിധി കഴിഞ്ഞപ്പോൾ കുറച്ച് നേരമെങ്കിലും ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച് കിടന്നതാണ്, പക്ഷെ അത്രയ്ക്ക് ഉറക്കം അങ്ങോട്ട് സെറ്റ് ആയില്ലായിരുന്നു. അങ്ങനെ നമ്മൾ 6:42 എറണാകുളത്ത് ചെല്ലും കേട്ടോ. എത്താറായിട്ടുണ്ട്. കുറച്ച് മിനിറ്റ് 6:35 6:40 5 മിനിറ്റ് കൂടെ. 5 മിനിറ്റ് വേണ്ട. അങ്ങനെ നമ്മളൊരു 6:50 കഴിഞ്ഞപ്പോൾ എറണാകുളത്ത് എത്തി കേട്ടോ. അനന്തു ആണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങ് അവൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അപ്പം ഞങ്ങളെ ഊബർ കയറ്റി വിട്ടിട്ട് പോവാന്ന് പറഞ്ഞു. അൻവർ വേറെ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇങ്ങോട്ട് എത്താൻ കുറച്ച് ലേറ്റായിരുന്നു. അങ്ങനെ അവൻ വന്നു കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് വീടും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് തന്നേക്കുന്നത് രവീണയാണ് കേട്ടോ. അപ്പോൾ അവൾ തന്നെയാണ് ഊബറും സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ ഊബർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങളെ കയറ്റി വിട്ടിട്ട് ഇവൻ തിരിച്ച് പോകും അല്ലേ? മെട്രോയിലല്ലേ? മെട്രോയിൽ പോകും. വെട്ടത്തിൻ്റെ ഒരു കുറവുണ്ട്. അപ്പം നമ്മൾ കാറിൽ കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കാറ് കയറി. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? അങ്ങനെ നമ്മൾ അവിടെ വീട്ടിൽ കുഞ്ഞുണ്ടല്ലോ, അപ്പം ആ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മളിനി കാറിൽ പോയി കയറാം. സമോസ വെച്ചോ?
നമ്മള് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റും. എന്റെ അടുത്ത് ഭയങ്കര ഇതല്ലേ. അപ്പൊ നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു താണ്ട പിന്നെയും വന്ന് കേറാൻ പോവാ. അപ്പുറത്തൂടെ കേറാം. അങ്ങനെ നമ്മള് വഴിയിൽ ഇറങ്ങി നിർത്തും അല്ലേ. ഫ്രണ്ടിലോട്ടും വഴിയുണ്ട്, ഇങ്ങോട്ടും വഴിയുണ്ട്, ബാക്കിലോട്ടും വഴിയുണ്ട്. എങ്ങോട്ടാ പോകണ്ടേന്ന് ഒരു ഐഡിയ ഇല്ല. ഇനി ഇറങ്ങാനും ആണോ? നല്ല രസമുണ്ട് കേട്ടോ ഇവിടുത്തെ വീടുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഏതിലും ഒന്നിൽ കയറിയിട്ട് ഞങ്ങളെ വിശ്വസിച്ചോ, ഞങ്ങൾ യൂട്യൂബേഴ്സാ, ഒന്ന് കിടക്കാൻ പാർക്കാൻ സ്ഥലം തരണമെന്ന് ചോദിക്കായിരുന്നു. എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ സീച്ചേട്ടൻ ചോദിച്ചു, എന്നോട് ഇറങ്ങാൻ നേരത്തെ സീച്ചേട്ടൻ ചോദിച്ചു, നീ തിരിച്ചു വരുന്നില്ലേ? അങ്ങനെ വണ്ടി ഉണ്ടാവുമോ? അത് ഞാൻ സംഘടിപ്പിച്ചു. നിനക്ക് പോവാനാണോ തിരിച്ച്? അങ്ങനെ ഇതെവിടാ? എങ്ങോട്ടാ എങ്ങോട്ടാ നിനക്ക് നിന്റെ വീട് എവിടെയാടി? ഈ പട്ടി തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഇരിക്കുന്നു. വീട് എവിടാ ചോദിച്ചപ്പോഴാ ആ ബാങ്കോട്ട് നിന്റെ വാക്ക് എന്താ ഇത്രയും ദൂരം നടക്കണം. എടി പട്ടി ഞാൻ ആ പെട്ടിയൊക്കെ ഇങ്ങനെ എടി നിർണയ എനിക്ക് ബാഗ് ഇഷ്ടപ്പെട്ടു. അല്ല ഫ്രണ്ടില് വാവ് നല്ല ക്യൂട്ട്. നിർണങ്ങ് സുന്ദരിയായില്ലേ? ഹേ ഗായ്സ്, അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. എടാ നിന്റെ ഈ എടാ ഇത് ഇടും, ഞാൻ ഫ്രണ്ട് ക്യാപ്ഷൻ ആയിരിക്കും എന്റെ. അവനെ കൊണ്ടുവന്നു. നമുക്ക് അങ്ങോട്ട് തന്നെ നടക്കാം. ഓക്കെ ബൈ. വെക്കാൻ പറ്റുമോ അത്? നിന്റെ അത് വെക്കാൻ പറ്റുമോ? ഇല്ല പോ. അങ്ങനെ അവനെ ആദ്യം കൊണ്ടുപോയി വീട്ടിലിറക്കിയിട്ട് പിന്നെ ഞങ്ങളെ കൊണ്ടുപോയി ഇറക്കാന്ന് പറഞ്ഞു കേട്ടോ. അതാവുമ്പോൾ നമുക്ക് ത്രിബിൾസ് അടിക്കാലോ. തൊട്ടപ്പുറത്ത് തന്നെയാണ് വീട്, ദൂരം ഒന്നുമില്ല. പാവം, അവർക്കിന്ന് ശിവരാത്രി. അയ്യോ ശശി അതി കളിച്ചോ, തൂങ്ങി നിന്ന. എന്തോ ഇത് അമ്മയുടെ ഫോട്ടോ കോപ്പി. ഇത് അമ്മയുടെ ഫോട്ടോ കോപ്പിയാ, ഇവളുടെ കൊച്ചാന്ന് പറയത്തില്ല. ശരിയാണല്ലോ. നീളമില്ല നീളമില്ല. വാ ഉണ്ണി വാ വാ, ഞാൻ കൊച്ചിക്കട്ടെ വാ. ഇത്രയേ ഉള്ളൂ. ഓ എന്റെ കൊച്ചെന്നെ കല്യാണി എന്ന് വിളിച്ചാ മതി. എന്തോ ഫോണൊന്നും മാറ്റാം. ഇല്ല ഞാൻ മാറ്റത്തില്ല. ഗൈസ്, ഗൾഫുകാരൻ വന്നതിന്റെ പെട്ടി പൊട്ടിക്കാണ് കേട്ടോ. പൊട്ടിക്കങ്ങോട്ട്. ഓ ഒരാൾ കാത്തിരിക്കുന്ന നോക്കി. അയ്യോടാ അയ്യോടാ. അങ്ങനെ നെറിന്റെ ഫോൺ ഇടയിൽ പോയി നിക്കുന്നു. കണ്ടോ? കണ്ടുപിടിച്ചു. നെറിനെ സന്തെന്ന് മാറ്റു.
വാങ്ങിക്ക് വാങ്ങിക്ക്. അയച്ചു തരും. ഇവൻ ലേറ്റ് ആക്കിയതാ. അയ്യോ മേടിച്ചപ്പോ ഇതിപ്പോ കണ്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അയച്ചു തരൂടാ. ഇവൻ ലേറ്റ് ആക്കിയതാ. അവസാനം നിങ്ങൾക്ക് വേണ്ടി കണ്ണൂര് കിടന്നവൻ കൊല്ലത്ത് വന്നു. അമ്മ 2 ഫോണേ ഉള്ളൂ. 2 കൈ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ബാക്കി ഫോണൂടെ പിടിച്ചേനെ. ഇത് ഇതിന്റെ ഉള്ളിൽ വെക്കണം. ഇത് ഇതിന്റെ ഉള്ളിൽ വെക്കണം. തലയിര് മുടിയിര് കുഞ്ഞാരോ എല്ലാരും കണ്ടില്ല. അയ്യോ എനിക്ക് എന്റെ അപ്പൂന്റെ ഈ സമയം ഓർമ്മ വരുന്നു. സത്യം. ഇങ്ങനെയൊക്കെ കാണുമ്പോ ഒരു കൊച്ചുകൂടെ വേണോന്നൊക്കെ തോന്നുന്നുണ്ട്. ഓ അങ്ങനെ കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞിരുന്നിട്ട് ഈ വീണയുടെ അമ്മയും അച്ഛനും കണ്ണനും തിരിച്ച് അങ്ങ് വീട്ടിലോട്ട് പോവാട്ടോ. അപ്പോൾ ഈ വീടൊക്കെ നമുക്ക് ഒരുക്കി തന്നത്, നമുക്ക് സ്റ്റേക്ക് വേണ്ടി റെഡിയാക്കി തന്നത് രവിയുടെയാണ്. അപ്പോൾ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും വന്നതായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളും കറങ്ങാൻ വേണ്ടി ഇറങ്ങുകയാണ്. വന്ന് അച്ഛനെയും അമ്മയും ചവിട്ടി പുറത്താക്കിയിട്ട് നമ്മളിപ്പോ തെണ്ടാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ രവീണയ്ക്ക് ലിപ്സ്റ്റിക്ക് കൊടുക്കട്ടെ. ഞാൻ പിടിച്ചു തരണം. ഒരു ലിപ്സ്റ്റിക് കിട്ടുമോ? ഇത് കറക്റ്റായിട്ട് കിട്ടുണ്ടാവോ? കിട്ടുന്നുണ്ടായിരിക്കാന്ന് വിശ്വസിക്കാം. എനിക്ക് ചേരൂ. ആ ചേരും. അങ്ങനെ എനിക്ക് ചേരൂല. ചേരുവടി. ഞാനിപ്പോ ഇതില്ലാത്തോണ്ട് അത് ബ്രൗൺ ഷെയ്ഡ് ആയിട്ട് വന്നേക്കാം. കൈയാണോ കിട്ടേക്കുന്ന സംശയം. അല്ല എല്ലാവർക്കും ചേരും. അവൻ കൈ അടിക്കുക. ഞാൻ ഇവരിങ്ങനെ കൈ അടിക്കുന്നെങ്കിൽ മലപ്പുറം തോന്നി ഇവിടെ കൂടുതൽ കുട്ടികൾ നമുക്ക് പോവാം. സ്കിൻ കെയർ ചെയ്യുന്ന മാമൻ മുകളിലോട്ട് പോയി. ഇവൻ ഇത്തിരി ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. നമ്മളെ ഞങ്ങളെ തള്ളേ നമ്മ വിളിച്ചോണ്ടിരുന്നത്. അതുകൊണ്ട് മാമ വരുന്നാത്ത കുഴപ്പമില്ല. സ്കിൻ കെയർ ചെയ്യുന്ന മാമനാണ്. സ്കിൻ കെയർ ചെയ്യുന്ന മാമൻ എവിടെ പോയാവും. മാമ ഇനി ഇവന്റെ പേര് വിളിക്കാം. മാമൻ ഗ്രൂപ്പിൽ പറയാം. അപ്പൊ നമുക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങണം. അപ്പൊ ഗോൾഡാട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ ഗിഫ്റ്റ് വാങ്ങാൻ കയറി കഴിഞ്ഞപ്പോൾ ഇവിടെ മിക്കവാറും 14 ക്യാരറ്റ് ഒക്കെ ആയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് വാങ്ങാതെ ഇങ്ങ് തിരിച്ചിറങ്ങി. വേറെയും കൂടെ അളിച്ചു വരാന്ന് വിചാരിച്ചു. നമ്മൾ എടുത്തില്ല. കുറച്ചുകൂടെ പോയി നോക്കാന്ന് വിചാരിച്ചു. ഇവിടെ ഉണ്ടോ? എന്നാ ബാങ്ക് പോയി നോക്കാം. വേറെ കടയിലൊന്നും പോണ്ടല്ലോ. അങ്ങനെ വേറെ താഴെ ജ്വല്ലറിയിൽ ചെന്നപ്പോൾ അവിടെ ക്ലോസ് ചെയ്തു. അപ്പം നമ്മൾ വിചാരിച്ചു എങ്കിൽ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമുക്ക് പോവാന്ന്. ഞാൻ പണ്ടാണെങ്കിൽ ഡൽഹി പോയപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതിനെന്താണ് 1600 സംതിങ് വെറുതെ പറയുകയാണെന്ന്. വെബ്സൈറ്റിൽ ഇതിന് ആ വില തന്നെയാണ് കേട്ടോ. ഞാൻ എന്താ ഡ്രസ്സൊക്കെ എടുത്ത് ഇത് കാണുന്നതല്ലേ സീച്ചേട്ടൻ. അതെ, ഡ്രസ്സ്, മാല, ബെൽറ്റ്, പെർഫ്യൂം എല്ലാം എടുത്തിട്ടുണ്ട്. രവീനെ കണ്ടില്ല. അതുകൊണ്ട് നമ്മള് ഷോപ്പിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പാതിരാത്രിക്ക് കടയിലോട്ട് വന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ ഇവിടെ നല്ല തിരക്കൊക്കെ ഉണ്ട്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു മൂലക്കകത്ത് കയറി ഇരിക്കാൻ വിചാരിച്ചു. അയ്യോ നിർണ്ട മുഖം ഇതിൽ തിളങ്ങുന്നു. ഇതില് തൊട്ട് പോകരുത് നീ. ആണോ? എന്നാ തൊട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുക. ഇപ്പം തന്നെ സമയം നല്ല രീതിക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിൽ ചെന്ന് നമ്മൾ മേലൊക്കെ കഴുകി ഒന്ന് സെറ്റായിട്ട് കുറേ അധികം നേരം ഇരുന്ന് എല്ലാവരും കൂടെ സംസാരിച്ച് സമയം 1 മണി 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് എല്ലാവരും ഒന്ന് ഉറങ്ങാൻ പോകുന്നത്. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസത്തെ കാര്യങ്ങളാണ് കാണിക്കുന്നത്.
ഇന്നലെ രാത്രി താമസിച്ച് ഉറങ്ങിയോണ്ട് തന്നെ രാവിലെ ഞങ്ങൾ എണീറ്റപ്പോഴത്തേന് ഒരു നേരം ആയിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ എണീറ്റപ്പോൾ രവീണെ അവിടെ ഒന്നും കാണുന്നില്ലായിരുന്നു കേട്ടോ. അവൾ എവിടെയോ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഇടിയപ്പവും ബീഫ് കറി ആയിട്ട് വന്നു. ഇടിയപ്പം കടയിൽ നിന്ന് വാങ്ങിയതാണ്, പക്ഷേ ബീഫ് കറി നമ്മുടെ സ്വന്തം വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ. അമ്മ ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ വട്ടം കൂടിയിരുന്ന് ഇടിയപ്പവും ബീഫും കൂടെ കഴിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ കണ്ണം വരും പോകും. അതെന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവൻ ചെന്ന് പഞ്ചാര കൂട്ടിയേ ഇത് കഴിക്കുകയുള്ളൂ. ഞാൻ കുറച്ച് എരിയില്ലാതെ ബീഫ് കൊടുത്തിട്ടും അവനത് എനിക്ക് തിരിച്ച് തുപ്പിത്തന്നു കേട്ടോ. അവനതൊന്നും കഴിക്കില്ല. അങ്ങനെ പിന്നെ ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ചായയും കാര്യങ്ങളും ഒക്കെ കുടിച്ചു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കറിക്കെല്ലാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ വയറ് നിറയെ ഫുഡൊക്കെ കഴിച്ചു. ഹായ് ബട്ടർഫ്ലൈ, ഹായ് പുഴു, ഹായ് ഹായ്. എന്നെ അടിക്കാൻ വരുവാന്നോ? എന്താ എന്താന്ന് എനിക്കറിയാം, ഇവിടെ വരുത്താൻ അറിയാമോ? അയ്യോ കാണിക്കത്തില്ല, നിന്നെ കാണിക്കത്തില്ല ഞാൻ. ഞാൻ കാണിക്കത്തില്ല. ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. കാരണം നമുക്ക് രേഷ്മയ്ക്ക് സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും റെഡിയായി. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ വന്നതിൻ്റെ കാരണം, എറണാകുളത്ത് വന്നത് നമ്മൾ ശരണ്യയുടെ പാർട്ടിക്ക് വേണ്ടി വന്നതാണ് കേട്ടോ, കല്യാണം കഴിഞ്ഞിട്ടുള്ള. നമ്മളെവിടെ പോന്നു? എൻ്റെ കണ്ണ് വയ്യ കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം നമ്മൾ രേഷ്മയ്ക്ക് സർപ്രൈസ് വാങ്ങാൻ പോവാ. സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് വാങ്ങാൻ പോവാ. അതെ, ഇത് അവർക്ക് അറിയത്തില്ല. ആരോടും പറഞ്ഞിട്ടില്ല, ഞങ്ങള് വരുന്നെന്ന് പോലും അവർക്ക് അറിയത്തില്ല. പക്ഷെ മാക്സിമം വെറുപ്പിക്കുന്നുണ്ട്. നാടെവിടെയാണ്? തിരിച്ച് വേഗം പോരുക, അത്രേ ഉള്ളൂ കേട്ടോ. അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ എന്താ ഇനി നടക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. 10 മിനിറ്റ് ഓക്കെ പോവുക, അത്രയൊന്നും വേണ്ട, അത്രയൊന്നും വേണ്ട. അതിനുള്ളിൽ 10 മിനിറ്റിൽ എന്ത് എടുക്കാമോ അത് എടുത്തിട്ട് പോരും. അവന് ചെരുപ്പ് വാങ്ങണം. ഇന്നലെ അവന്റെ കാല് മുറിഞ്ഞു. ഐശ്വര്യായി. അപ്പൊ പിന്നെ ചെരുപ്പ് വേണ്ട, ചെരുപ്പ് ക്യാൻസൽ. അതും നമ്മള് വാങ്ങാൻ വേണ്ടി വന്നത് 10 മിനിറ്റിനുള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങണം എന്ന് നമ്മൾ കാറിൽ ഇരുന്ന് പറഞ്ഞത് നിങ്ങൾ ഓർമ്മയുണ്ടോ? നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് ഇവിടെയാണ്. അവസാനം നമ്മൾ ഇതായി ഒരു കയ്യിലിടുന്ന ചെയിനാട്ടോ സെലക്ട് ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവിടുന്ന് പിന്നെ അൻവറിന് ഷൂ എടുക്കണം, രവീണയ്ക്ക് ഡ്രസ്സ് എടുക്കണമെന്നും പറഞ്ഞിട്ട് നമ്മൾ കടയിൽ തുണി എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് ഊബറിലൊക്കെ കയറി നമ്മളൊരു മാളിലോട്ട് ചെന്നു. അവിടെ ചെന്ന് നമ്മൾ കുറേ അരിച്ചു പറക്കി കേട്ടോ. കാരണം ടോപ്പും കിട്ടിയിട്ടുണ്ടായിരുന്നു രവീണയ്ക്ക്, പാൻറ്റ് സെറ്റായിട്ടില്ലായിരുന്നു. അപ്പോൾ പാൻറ്റിന് വേണ്ടി അരിച്ചു പറക്കലായിരുന്നു. അൻവർ ആണെങ്കിൽ ചെരുപ്പ് വാങ്ങിച്ചു. രവീണയ്ക്ക് അത് കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മളെന്താ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് KFCയിൽ കയറി. അവിടെ ചെന്ന് ഫുഡിനെല്ലാം ഓർഡർ കൊടുത്തിട്ട് പിന്നെ കുറേ നേരം നമ്മൾ കത്തിയടിച്ചിരിക്കും, കാരണം അത് വരാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ എല്ലാവരും നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് പോയപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ നമ്മളെ അറിയാമെന്ന്. യഥാർത്ഥത്തിൽ എൻ്റെ ക്യാമറയല്ല ഫോൺ അവിടെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന കണ്ടിട്ടായിരുന്നു എല്ലാവരും നോക്കിക്കൊണ്ട് പോയത്. അങ്ങനെ ഞങ്ങൾ കത്തിയൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങളെല്ലാവരും കൂടെ കൂടുമ്പോണ്ടല്ലോ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് എല്ലായിടത്തും കൂടി ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുന്നത്. ഭയങ്കര ഒരു കംഫർട്ട് സോൺ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ KFC ഒക്കെ വന്നു. എല്ലാവർക്കും ബർഗർ ആയിരുന്നു. പിന്നെ എക്സ്ട്രാ ആയിട്ട് കുറേ ലെഗ് പീസും പിന്നെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം ഈ പോയത് കൈ കഴുകാനാണ്. വിശന്നുകൊണ്ട് തന്നെ ഞങ്ങൾ കൈ കഴുകാതെ പെട്ടെന്ന് വിളിച്ചു വരെ തിന്നെ കേട്ടോ. നല്ല പോലെ വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരിക്കുക. എവിടെ ചെന്നാലും നമ്മൾ ഒരുമിച്ചൊരു ഫോട്ടോ എടുക്കും കേട്ടോ. അതിങ്ങനെ പ്രിന്റ് ചെയ്ത് കിട്ടുന്നത് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പം നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അത് പ്രിന്റ് വരാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കുകയാണ്. എല്ലാവർക്കും ഓരോ പീസ് വെച്ച് നമ്മൾ എടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചിറങ്ങാൻ നേരത്ത് രവീണയ്ക്ക് ഇവിടെ ഒരു പാൻറ് ഇഷ്ടപ്പെട്ട് രവീണ എടുത്തു. ഞാൻ എന്താ ഈ ഒരു ലെഗിൻസിൻ്റെ ഗ്രീൻ എടുത്തു. ഞാനിവിടെ വന്ന് ഇറങ്ങിയപ്പോൾ പുളി നിൽക്കുന്നു. പുളി ചിരിപ്പിച്ചിട്ട് കൊള്ളൂലേ? ചവർപ്പാണ്.
മറ്റേ വീട്ടില് അങ്ങനെ വിശത്തില്ലായിരുന്നു. എനിക്കിഷ്ടമല്ല ഇത്. എനിക്ക് എന്തോ പോലെ തോന്നും തലക്ക്. എന്നാ ചേച്ചി അങ്ങനെ കണ്ടവൻ്റെ അയ്യത്തെ പുളിയൊക്കെ പിച്ചി റോഡിലോട്ട് നിൽക്കുന്ന ഒരെണ്ണം പിച്ചി, അത്രേ ഉള്ളൂ കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റാർ പുളി. അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയി മേലൊക്കെ കഴുകിയിട്ട് വന്നപ്പോൾ രവീണയാണ് കേട്ടോ ഇന്നെ ഒരുക്കുന്നത്. ഞാൻ എൻ്റെ പിള്ളേച്ചാന്ന് പറഞ്ഞ് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി എല്ലാ കലാവിരുദ്ധവും എൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. എന്നോട് ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ, ഞാൻ അവരിക്കെന്ന് മാത്രം പറയരുതെന്ന്. ഞാൻ കാണിച്ചു തരാം, പറയത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. നീ എന്നെ കല്യാണത്തിന് ഒരുക്കുവന്നോ? ഞാൻ വേണമെന്നില്ല, ഞാൻ നിന്നെ വിശ്വസിച്ചിരിക്കുക, ഇവിടെ വിശ്വസിച്ചിരിക്കുക. എന്താവോ ഇവിടെ വിശ്വസിച്ചിരിക്കുന്ന ഞാൻ. ഐബ്രോസ് ചെയ്തായിരുന്നു. തൊട്ടുള്ളൂ, തൊട്ടോ അല്ലെങ്കിൽ പിള്ളേരെ പോലെ കൂടിക്കഴിഞ്ഞാ നല്ല പിരികൊള്ളുണ്ട്. ശരി, അവള് തൊട്ടതേ ഉള്ളു ഇങ്ങനെ. ഞാൻ ചുമ്മാ ആക്ഷൻ മാത്രം കാണിച്ചു. ഇതിപ്പോ എനിക്ക് വേഷം ഇതും അവസാനം മറ്റേത് കല്യാണ വേഷത്തിന്റെ പോലെ മുഖവും പൂർത്തിയാവും. പേടിയൊന്നുമില്ല. എന്നെ ഇവരെ പെരുമാറൊക്കെ ചെയ്തു കൊടുക്കുക. നല്ല ബാക്ക്ഗ്രൗണ്ട്. അതങ്ങനെ ഇവന്റെ സാധനങ്ങൾ മൊത്തം വലിച്ചു കയറിയിട്ടേക്ക്. മെഡലടിക്കുന്നോടാ. എനിക്കും നിഴലടിക്കും. Oh my God. മണ്ണാങ്കട്ട് കരിയിലയും. അത് എവിടെ കല്യാണം എവിടെ? നീ ഇല്ലെങ്കിൽ ഫൈനൽ റിസൾട്ട് ഇടായിരുന്നു. എടി പട്ടി, എന്നിട്ട് ഇത് വച്ചോണ്ട് ഞാൻ അവിടെ പോണം. ഭംഗിയില്ലെങ്കിൽ ഐബ്രോ ഐഷാഡോ അടിപൊളിയായി. പിന്നെന്താ ചടങ്ങ് വല്ലതും ആണോ പോകുന്നത്? ഒഫീഷ്യൽ ചടങ്ങിന് തിരികൊളുത്തിരിക്കാൻ. ഞാനതിനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ഈ നിലത്തേക്ക് കണ്ടിട്ട് നിങ്ങക്ക് സഹിക്കണില്ല അല്ലേ? ബിഗ് ബോസിൽ അവനും ഉണ്ട്. ആരാ? അടങ്ങിയിരിക്കല്ലാണ് ചേച്ചി, പറഞ്ഞു. അവസാനം നീ സ്റ്റേജിൽ നിന്ന് അവരോടും പറഞ്ഞില്ല, സർപ്രൈസ് ആണെന്ന് പറഞ്ഞാൽ തിരിച്ചിറങ്ങുമ്പോ ബൈ ഫ്രണ്ട്സ് മറ്റേ വാഴയുടെ വീഡിയോ കണ്ട് നീ ഞെട്ട്. സ്റ്റേജിൽ കയറി എന്നിട്ട് ഞാൻ എല്ലാവരോടും പറയും ബൈ ഫ്രണ്ട്സ്. സിമ്പിൾ ആയിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുണ്ടോ? നമ്മൾ ആരും നല്ല കേട്ടോ. എങ്ങനെ അവര് സംസാരിക്കത്തുള്ളൂ. വലിയ പുല്ലിയാണ്. ഉറങ്ങാൻ കിടക്കുമ്പോ മാത്രമേ ഇനി മര്യാദയ്ക്ക് സംസാരിക്കൂ. എന്റെ പുരുക്കം കണ്ടില്ലേ? നിനക്ക് നല്ല കട്ടിക്കുടിയായോണ്ട് തൊട്ടപ്പം തന്നെ മറ്റേ ഭഗീരഥൻ വലിയ വെടി ചെറിയ വെടി. Oh my God, അത് എവിടെയുണ്ട്? ഇതും മേക്കപ്പ് ഇടും. കണ്ടില്ലേ അവിടെ നിന്ന് ഇടുന്നേ? ഇടൂ, ഫുൾ മേക്കപ്പാണ്. അങ്ങനെ മുഖത്തുള്ള കലാപരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് മുടിയിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മുടി സ്ട്രെയിറ്റ് ചെയ്യാമെന്നും സ്ട്രെയിറ്റ് അല്ല ക്രിഞ്ചോ അങ്ങനെ എന്തോ ആണല്ലോ ആ സംഭവം ചെയ്യാമെന്നും പറഞ്ഞ് എന്നെ ആ കസേരയെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. അൻവർ ആണെങ്കിൽ മുടി ചുരുട്ടാൻ വേണ്ടിയിട്ടുള്ള ആ സാധനം ഓണാവുന്നില്ലെന്നും പറഞ്ഞ് പ്ലഗ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം എൻ്റെ വീണ വന്ന് ഞെക്കി കൊടുത്ത് അത് എങ്ങനെയൊക്കെ ഓണാക്കി കൊടുത്തു. ചേച്ചിയാണ് മേക്കപ്പ് ചെയ്യുന്നത്. അതെ ഞാനൊരു വഴിക്കാക്കും. ഞാനൊരു വഴിയാകും. ഹെയർ സ്റ്റൈലും എന്തിനാ ചെയ്ത്? അപ്പോൾ അവസാനത്തെ മിനിറ്റിലെ ടച്ചപ്പ് ഒക്കെ കഴിഞ്ഞ് ഇപ്പം എനിക്ക് കുറച്ച് ഓക്കെ. ഇതിലെ മേക്കപ്പ് ഇടാത്തോണ്ടായിരിക്കും ആദ്യം എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് കേട്ടോ. അല്ല കേട്ടോ, നിന്റെ സംസാരം ആവട്ടെ. എനിക്ക് ഓർമ്മയില്ലല്ലോ അവിടെ ഒരു മേക്കപ്പ്. നോക്ക്, മേക്കപ്പ് ഉണ്ടോ നോക്കൂ. ഇല്ല, നോക്കൂ, വേണമല്ലോ. മണമായിട്ട് തന്നെ നമുക്ക് ഫുഡൊക്കെ എടുത്തു.
രവി നമുക്ക് ഫുഡ് കഴിക്കാം. നമ്മൾ കുറച്ചൊന്ന് ലേറ്റായി കേട്ടോ ചെന്നപ്പോഴത്തേനെ. അങ്ങനെ തന്നെ കുറച്ച് നേരം എല്ലാവരോടും സംസാരിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. അങ്ങനെ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാത്തോണ്ട് തന്നെ പുറമേ നിന്ന് കുറേ ഡാൻസ് ഒക്കെ കളിച്ചു. അസ്വി ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഗ്ലാമി ഗംഗ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ നേരം എൻജോയ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഇറങ്ങുകയാണ്. അപ്പൊ നമ്മള് അങ്ങനെ നമ്മള് പാർട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഇനി നമ്മള് ട്രെയിനിൽ കയറാൻ പോവാട്ടോ. രേഷ്മയുടെ വീട്ടിൽ പോവാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം കയറി മണ്ടക്കെത്തി. എനിക്ക് മേക്കപ്പ് ഇപ്പൊ കുട്ടിയായിട്ടൊന്നും തോന്നുന്നില്ല. വീഡിയോക്കത്തൊക്കെ നല്ല ഭംഗിയാണ്. സോറി എന്റെ മെൻ വൈബ്, നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചു. ഇനി എപ്പോഴാണെങ്കിലും നീ മേക്കപ്പ് ചെയ്ത് തന്ന മതി. എന്നെയും കൂടെ ഒന്ന് പഠിപ്പിക്കുവോ? പിടിക്കും, ഇഷ്ടം പോലെ പിടിക്കും. കാല് ഇരുന്ന് പിടിക്കും, ഞാൻ എരന്ന് പിടിക്കും. അങ്ങനെ നമ്മള് ഡ്രസ്സൊക്കെ മാറി രേഷ്മയുടെ അടുത്തോട്ട് പോവാണ് കേട്ടോ. അപ്പം എന്താ നിൽക്കുന്ന കിളി പറന്ന് ഹായ് ഹായ്. വിജയുടെ കട്ടുണ്ട് കേട്ടോ, മറ്റേ വിജയ് സിനിമയ്ക്കകത്തെ മോന്റെ വിജയുടെ കട്ടുണ്ട്. ആൻഡ് ചിരി കാണാനും നല്ല ഭംഗിയുണ്ട്. ഇത്രയൊക്കെ പറ്റൂ കേട്ടോ. ഇറങ്ങുക അല്ലേടി. അങ്ങില്ലായിരുന്നു നമ്മളൊന്ന് ചവിട്ടി പുറത്താക്കി. തിരിച്ചു വരാൻ നേരത്തും പുറത്ത് നിന്നൊരു പുളി ഞാൻ പിച്ച് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതും കഴിച്ചുകൊണ്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം. അപ്പോൾ രവീണയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട്. ഇവർ പറഞ്ഞിട്ടതാ ഭാര്യയും ഭർത്താവും. ഞാൻ വിചാരിച്ച ഫാൻസ് ആണ്. ഒരു സ്നേഹം. ആ വേണ്ട, നടക്ക്. വേണ്ട. സമയം എത്ര? 10:25. ചേട്ടൻ കൊണ്ടുവിട്ട് പോയപ്പോൾ രവീണയ്ക്ക് കുറച്ച് സങ്കടമായിരുന്നു കേട്ടോ. പിന്നെ അവളെ ആശ്വസിപ്പിച്ചു. എനിക്കും ഇങ്ങനെ ആയിരുന്നു ഇതൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് നമ്മൾ ട്രെയിൻ കയറാൻ വേണ്ടി നടക്കുകയാണ് കേട്ടോ. നമ്മുടെ ട്രെയിൻ വരാറായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏത് പ്ലാറ്റ്ഫോമാണ് എന്നറിയാൻ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഈ സമയം എനിക്ക് ഒറ്റയ്ക്ക് ട്രെയിൻ കയറി പോകാൻ അറിയത്തില്ല. എനിക്ക് ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ കയറി പോകാൻ അറിയത്തുള്ളൂ. 23:5 മിനിറ്റുകൾക്ക് എറണാകുളം അവൻ എന്നെയാ ഡൗട്ട്. അല്ലടാ ഒന്നുമില്ല, ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ തന്നെ ടേസ്റ്റ് എനിക്കിഷ്ടമല്ല. അല്ല ലേസ് അല്ല, വേറെ അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നു. ഇനി നമ്മൾ ട്രെയിനിൽ കയറാൻ പോവാ. നമുക്ക് 2 ട്രെയിൻ കയറണമെന്നുള്ള നഗ്നമായ സത്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. എന്താ വേണ്ടി ഈ പെട്ടി എവിടെ വെക്കുന്ന വെക്കുക. ഇതിന്റെ അടിയിൽ ഉണ്ടോ നോക്കിയ സ്ഥലം. അതാരും എടുത്തോണ്ട് പോയാലോ? ഇവിടെ എന്തൊരു
തണുപ്പാണെന്ന് അറിയാമോ? ഈ വീടിൻ്റെ അപ്പുറത്താണ് നെടും കിടക്കുന്നത്. ഞാൻ ദാ ഇവിടെ കിടക്കുന്നു. ഓ, ട്രെയിൻ പിടിച്ചു വിട്ടേക്കും. കോഴിക്കോട് എത്തി. അതിനകത്ത് AC ഇല്ലായിരുന്നു. അതാ കണ്ടോ, നമ്മളങ്ങനെ അടുത്ത ട്രെയിൻ കയറിയിട്ടുണ്ട്. അപ്പൊ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം. കണ്ണു മങ്ങുന്ന എന്താ സ്ഥലത്തിന്റെ പേരെന്താ? വടകര എത്തി. ഇതിൽ കയറിയപ്പോ നല്ലപോലെ ഉറക്കം വന്നു. ഇതിൽ നല്ല സമാധാനം. എവിടെ കിടന്നാലും ഉറങ്ങും. കിടന്ന് ഉറങ്ങും. എന്ത് അസൂയ തോന്നുന്നു. എനിക്ക് ഇതാരാടി ഒറ്റിയത് ഞങ്ങളെ? ഇന്നലെ രാത്രി അച്ഛൻ വന്ന് പറഞ്ഞു, അഥവാ നിങ്ങള് പെട്ടെന്ന് വന്ന് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗർഭിണിയാണ്, അപ്പൊ പിന്നെ ഞെട്ടുവോ അങ്ങനെ വല്ലോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സീനാവും മക്കളെ. ഒന്നുമില്ല, കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ചാൽ മതി. അപ്പൊ ഞാൻ ചോദിച്ചു, ആരെയും കുറച്ച് ആൾക്കാർ? എനിക്ക് തോന്നി എന്റെ ദൈവമേ, ഇത് നമ്മള് സർപ്രൈസ് ആയി. ഇതില് സിനിമയെ കാണുന്നോട്ട് കാറിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇത് ഞങ്ങൾക്ക് സർപ്രൈസ് ഒന്നല്ലോടാ. ഞങ്ങള് കാറിയിരുന്ന് പറയുന്നേ, നീ ഞെട്ടും. നീ വിചാരിക്കും നമ്മൾ ബർത്ത്ഡേ വിഷ് ചെയ്തില്ല, നമുക്ക് മറ്റേ സ്റ്റാറ്റസ് ഇടാം. അവള് വിചാരിക്കട്ടെ നമ്മൾ എൻജോയ് ചെയ്യുവാന്ന്. സദ്യ ഒരുക്കും സ്വാഭാവികം, അവക്കൊന്നും തോന്നത്തില്ല. സാധാരണ. അപ്പൊ ഇന്നലെ അമ്മ പിന്നെ എന്തല്ല കുറച്ച് പഴമൊക്കെ വാങ്ങിച്ചു തരണം, നമുക്ക് നാളെ ഇഡ്ഡലി ആക്കാം. കുറച്ചധികം മാവ് ഞാൻ അരക്കുന്നുണ്ട്. മനസ്സിലാകുന്നില്ലല്ലോ. അപ്പൊ ഒരാൾക്ക് വേണ്ടിട്ട് ഇത്രയും മാവ് അരക്കേണ്ട ആവശ്യം. അപ്പൊ ഇത് കുറച്ച് ആൾക്കാരാ വരുന്നത്, എനക്ക് അങ്ങനെ വേണ്ടപ്പെട്ട ആൾക്കാരൊന്നും വരാനില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഇതാണ് ഒറിജിനൽ രേഷ്മ. ഇംഗ്ലീഷ് അവൾ അഭിനയിക്കുന്നതാണ്. അതെ, എനിക്കതൊന്നും വേണ്ടല്ലോ. എടി, ഇവളെ ഫ്രണ്ടിൽ കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് ഇറങ്ങി തിരിച്ചൊക്കെ പോയാലോ. അല്ല, ഞാൻ അവിടെ ഉള്ളിൽ കയറി വരാൻ തന്നെ ഞാൻ വിചാരിച്ചേ. പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങളൊന്നും ഇങ്ങോട്ടേക്ക് വരട്ടെ, തിരിച്ചാലേ ട്രെയിനിൽ കയറി. പട്ടി, നിനക്കറിയോ ഞാൻ ഫ്ലൈറ്റ് ട്രെയിനിലിരുന്ന് അടി അവള് കരയും ഉറപ്പാ. കേട്ടപ്പോഴേ കാര്യം. എന്നിട്ട് ഇവരൊക്കെ പോയി അച്ഛനെ ചീത്തോളി എല്ലാം നിങ്ങൾ ഇത്രയും സർപ്രൈസ് ഞങ്ങൾ. നീ അങ്ങനെ ഞെട്ടത്തൊന്നുമില്ല, നീ ഗർഭിണിയാണ്ട് ഞെട്ടിക്കരുത്. പതുക്കെ തട്ടിട്ട് കാണുമ്പോ നീ കരയും. കാണുമ്പോ അല്ലല്ല. എന്നിട്ട് ഞാൻ പറയുന്നേ ഇനി നമ്മളെ കാണുമ്പോ അവള് ഛർദിക്കോ, അതെന്താ? എന്നിട്ട് അപ്പൊ അതെന്താ? അല്ല, അവക്ക് മണം ഇപ്പൊ പിടിക്കുന്നില്ല, അതുകൊണ്ട് അവള് ഇനി ഛർദിക്കോ. അച്ഛൻ മുറി അടച്ച് കേറി. ഞാനൊന്നും ഉറങ്ങട്ടെന്ന്. കല്യാണിന്റെ കാറിനെ കേൾക്കുന്നുണ്ട്.
3:30 ട്രെയിൻ. 3:30 ട്രെയിൻ. 3:30 ട്രെയിൻ. അച്ഛൻ പറഞ്ഞു അതും സർപ്രൈസ് ആണ്, ഞായറാഴ്ചയെ പോളൂ. ഒന്നും വേണ്ട. ഇരിക്കണ്ട, നമുക്ക് കിടക്കാം. അല്ല കേക്ക് മുറിക്കണ്ടേ നമുക്കിപ്പോ? കുട്ടത്തിന് മുറിക്കണ്ടേ? ആരോ നിങ്ങൾ ഉറങ്ങാൻ പോവാ? ഇതൊക്കെ പറയാം, നമ്മള് കിടക്കുന്നിടത്ത് കിടന്ന് ഉറങ്ങും. ഞങ്ങള് എങ്ങനെ ഇരിക്കുവാ? ഞാൻ പ്രഗ്നൻസി റിവ്യൂലൊക്കെ ഞാൻ പല റീലും സേവ് ചെയ്ത് വെച്ചു. ഇന്നലെ ഒന്നും പ്ലാൻ ചെയ്യാനില്ല. ഞാൻ ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ഇല്ല മറ്റേ ബലൂൺ പൊട്ടിക്കുന്ന എടുക്കാം. പക്ഷെ ഇല്ല, അവള് തടി വെച്ചു. എനിക്ക് പെട്ടെന്ന് മനസ്സിലായി അവിടെ വെച്ച് കണ്ടപ്പോഴേ. ആ നിറം നല്ല പോലെ വെച്ച്. അവളൊക്കെ ഇങ്ങനെ പിങ്കാ. ഇതാ സർപ്രൈസ് എന്ന് ഉദ്ദേശിച്ചേ, മനസ്സിലായോ? ഇനി ഒന്നുമില്ല തകർക്കാൻ. ഇപ്പൊ മുട്ടിലൊക്കെ ഇരുന്ന് കൊടുക്കുന്ന നോക്കിയ വാ. അതെല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. എനിക്ക് കിട്ടി. അവരാ കൊല്ലത്തുനിന്നാ വരുന്നത്. എനിക്ക് വയ്യ, ഇതെന്താ എനിക്ക് വിശ്വസിക്കാനേ പറ്റില്ല. ഇത് എങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. ഞാൻ ആ എക്സൈറ്റ്മെന്റ് എനിക്ക് വേണ്ടി അവർ വരുന്നത്. അപ്പൊ ഞാൻ എന്നിട്ട് ഹരിനെ വിളിച്ച് 12 മണിക്കാണ് വിഷയം. ഞാൻ ചോദിച്ചു, അവനാണല്ലോ പ്ലാൻ കോർഡിനേറ്റ് ചെയ്തത്. എടാ നീ പറഞ്ഞിട്ടാണ് അവർ വരുന്നത് അതോ അവരായിട്ട് വരുന്നതാണ്? എന്റെ അടുത്ത് ഞാനത് നിർബന്ധിച്ച അല്ലെങ്കിൽ നീ പറഞ്ഞിട്ടാണ്, അതായത് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ അറിഞ്ഞില്ല. അവര് കല്യാണം സൈഡ് ചോദിച്ചു. അപ്പൊ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത്. നല്ല ഉറക്കം വരുന്ന മോള് കിടന്നു. അവിടെ കിടന്നോ? ഇല്ല കിടന്നോ? അവളെ കുറയിക്കോളൂ. നിങ്ങൾക്കൊന്നും ഉറങ്ങണ്ടേ? എനിക്ക് ഇറങ്ങണം. നെറിനെ തൊട്ടാൻ നെറി വീഴും. എനിക്ക് എന്റെ മനസ്സിൽ എന്താന്നറിയോ, നാളെ ഇത് കിട്ടില്ലല്ലോ, അപ്പൊ എനിക്ക് നാളെ ഉറങ്ങി തീർക്കാലോ. അല്ല പുതിയ കഴിച്ചതിനൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ ബെഡ്റൂമിൽ നിന്ന് നേരെ വെള്ളം കുടിക്കാൻ അടുക്കളയിൽ വന്നതായിരുന്നു. പക്ഷെ എല്ലാവരും ഓരോ സൈഡിൽ ഇരുന്നിട്ട് പിന്നെ അവിടെ ഇരുന്ന് കഥ പറച്ചിലായിരുന്നു കേട്ടോ. കഥയെല്ലാം പറഞ്ഞു തീർത്തപ്പോഴത്തേന് പിന്നെയും കുറേ സമയവും കൂടെ പോയി. അപ്പോഴത്തേന് രവീണയ്ക്കൊക്കെ ഉറക്കം വന്ന് കണ്ണിങ്ങനെ അടഞ്ഞു പോവായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉറങ്ങിയത് അവളാണെങ്കിലും അവൾക്ക് പിന്നെ ഉറക്കം വരുമെന്ന് പറയുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു എങ്കിൽ പിന്നെ കുറച്ച് നേരം കൂടെ കിടന്ന് ഉറങ്ങാമെന്ന്. എന്നിട്ട് വെളുപ്പിന് 8 മണിക്ക് എഴുന്നേക്കാന്നാണ് ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്തത്. അപ്പൊ കുറെ നേരം കാര്യമൊക്കെ പറഞ്ഞിട്ട് അല്ലേ നമ്മള് ഉറങ്ങാൻ പോവാ. ഇനി രാവിലെ ഒരു 8 മണിയാകുമ്പോ എണീക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ 5 മണി കഴിഞ്ഞു. കേറങ്ങോട്ട് നമ്മള് വരുന്നുണ്ട്. വീഡിയോ കോളിൽ ആരോ കണ്ട പോലെ. എത്ര ഫോണാന്നറിയോ രവീണയ്ക്ക്? 4-5 ഫോണുണ്ട്. നിന്റെ ചേട്ടൻ ചോദിച്ചു കേട്ടില്ലേ, നിന്റെ 3 ഫോണും എടുത്തില്ലേ? ഓക്കെ, ഗുഡ് മോർണിംഗ്. ആഹാ വരെയായിട്ട് കിടന്നിറങ്ങുന്നു. ക്ഷീണം മാറി കാണുമല്ലോ. ചേച്ചി എണീക്ക് ചേച്ചി. എടി പെണ്ണേ എണീക്ക്. കോഴിക്കോട് തന്നെ നമുക്ക് ടിക്കറ്റ് ആന്ന്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി എപ്പ ഇവിടുന്ന് ഇറങ്ങണമെന്ന്. കോഴിക്കോട് നല്ല ടിക്കറ്റ് ആണ്. എന്ത് കോഴിക്കോട് നല്ല എടുത്തേ. അപ്പൊ പിന്നെ ഇവിടുന്ന് കേറിയ എപ്പ പോവാ? എപ്പ അതോടെ എണീക്ക് എണീക്ക് എണീക്ക്.
3:30 കോഴിക്കോട് നിന്നായിരുന്നു കേട്ടോ നമ്മുടെ ടിക്കറ്റ്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 11 മണിയാകുമ്പോൾ ഇറങ്ങണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ തിരിച്ചു പോകുന്നില്ല എന്നൊരു തീരുമാനത്തിലെത്തി. ഓൾറെഡി നമ്മൾ ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തതാണ് വന്ദേ ഭാരതിന്. പിന്നെ അതെല്ലാം ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടൊക്കെ പോട്ടെന്ന് വിചാരിച്ചു. അതിൽ വേറെ ആരോ ഇരിക്കാനുണ്ട്. വേറെ വീടും പരിസരമൊക്കെ നല്ല രസമാട്ടോ, മറ്റേ മണിച്ചിത്രത്താഴിലെ പോലെ. അതെ വീണേ, നിനക്ക് പേടിപ്പിക്കാൻ തോന്നുന്നുണ്ടോ? നിനക്ക് പേടിപ്പിക്കാൻ തോന്നുന്നുണ്ടോ പൂച്ചേ? ആ കിടക്കുന്നടി സുഖം ഉറക്കം. ഇന്ന് സമയം കിട്ടിയെന്ന് പറഞ്ഞപ്പോ ഓക്കേ. സീച്ചേട്ടനോട് ഞാൻ നാളെ വരുമെന്ന് പറഞ്ഞപ്പോ കൊച്ചു നിലം കിടന്ന് കരച്ചിലായിരുന്നു. ഞാനിങ്ങനെ ഈശ്വര രേഷ്മ കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി നല്ല ലേറ്റായിരുന്നു, നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ അവളെ നമ്മൾ നേരത്തെ പോയിരുന്ന് കഴിക്കാൻ പറഞ്ഞു വിട്ടതാണ്. എന്നിട്ട് നമ്മൾ ഫേസൊക്കെ കഴുകി, മുഖമൊക്കെ കഴുകി, പല്ലൊക്കെ തേച്ചിട്ട് നമ്മൾ ബ്രഷും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തേച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. രാവിലെ ദോശയും തക്കാളി ചമ്മന്തിയും പിന്നെ സാമ്പാറും ആയിരുന്നു കേട്ടോ. അപ്പം നമ്മളെല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ കഥകളൊക്കെ പറഞ്ഞ് റിലാക്സ് ആയിട്ടിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. രേഷ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. പിന്നെ നമ്മൾ വരും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പാവ അച്ഛൻ ഞങ്ങൾ വരുന്നതിന് 1 മണിക്കൂർ മുമ്പ് പറഞ്ഞാൽ മതിയായിരുന്നു. പുള്ളിക്കാരത്തി എക്സൈറ്റ്മെന്റ് കൊണ്ട് പുള്ളിക്കാരത്തി അന്ന് രാത്രി ഉറങ്ങിയില്ല, ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അല്ല, വെറുതെ ഇരിക്കുമ്പോ ഒന്നും ആലോചിച്ച് സങ്കടപ്പെടണ്ട. അതെ, ഞാനിങ്ങനെ എന്നെ അയച്ചു വിട്ടു. ഇനി വെറുതെ ഇരുന്ന് ഒന്നും ചിന്തിക്കണ്ട കേട്ടോ. നീ ഇതൊക്കെ വായിച്ചിരുന്ന് കര. ഇത് രേഷ്മയുടെ ഫോട്ടോ കോപ്പി കേട്ടോ. നോക്ക്. ഹായ്. എടാ നീ മൂക്കൂത്ത ഇഷ്ടമാണോ? മൂക്ക് ഓ കുത്തട. ഈ കിഴങ്ങനോട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. കുഞ്ഞിട്ടാ വീഡിയോ എടുത്ത് ഇപ്പൊ തന്നെ ഇടാം. നിത്യഗർഭിണി അവക്ക് തിന്നു വയറി അടിയതാ. അവരെയും എടുത്തോ അല്ലെങ്കിൽ ബാക്കി അറിയത്തില്ലേ? എനിക്കൊന്ന് മത്സ്യം എടുത്ത് കഴിക്കണമായിരിക്കും നല്ലത്. പക്ഷെ പാലൊഴിച്ചിട്ട് പിന്നെ അതിന് എനിക്ക് ക്രീം മാത്രം വേണ്ട. നല്ല കേക്ക്, നല്ല കേക്ക്. നമുക്ക് പാലും എനിക്കും പിന്നെ മതി. ഇപ്പൊ കേക്ക് തിന്നുണ്ട്. നീ നോക്കിക്കോ, നിന്റെ എന്തോ ഇടാൻ പോകുന്നു. എല്ലാം ഞാൻ സഹിക്കും. അപ്പം നമ്മൾ ഈ കട്ട് ചെയ്ത കേക്ക് ഉണ്ടല്ലോ, അത് പണ്ട് ആലിയ ഭട്ട് ഒരു കേക്ക് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നല്ലോ. അത് നാട്ടിൽ കിട്ടുന്ന പോകുമ്പോന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് പാലൊഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അതായത് കടയിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്, കുപ്പിക്കകത്ത് ആ പാൽ കൂടെ തരുന്നത്. അപ്പോൾ പാല് ആവശ്യമുള്ളവരെല്ലാം ഒഴിച്ചൊഴിച്ച് കഴിച്ചു. എനിക്ക് പാലൊഴിക്കുന്നതിനെക്കാട്ടി പാലൊഴിക്കാതെ കഴിച്ചതാണ് ഒന്നും കൂടെ ഇഷ്ടപ്പെട്ടത്. കാരണം പാൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കര 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 കരയൂ. സത്യമായിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ
ഇന്ന് ചിന്തിക്കാനുള്ള വകയായി അവളെ മനസ്സിൽ. അറിയാനൊന്നുമില്ല, അങ്ങനെയല്ല. എത്ര ക്യാമറ ഇല്ല, അങ്ങനെ ഞാൻ കരയത്തൊന്നുമില്ല. അമ്മ മോള് കരയുന്ന. അമ്മ കയ്യിലിട്ട് നോക്ക്, കറക്റ്റ് ആണെന്ന്. നിങ്ങൾക്ക് എന്താ എനിക്കത്തെ അമ്മ കൊള്ളാം. ചായക്കപ്പിൽ ഒഴിച്ചേടാ ഇത്രയും ബുദ്ധി നിങ്ങൾക്ക് തോന്നിയോ? തോന്നിയോ? നോക്ക് ആനന്ദ അശ്രുസുകൾ. അശ്രു വലുതാ. അത് ചെറുതാക്കാടാ, അത് കുഴപ്പമില്ല. അത് ചെറുതാക്കാൻ പറ്റും. അല്ലെ ഒരു നൂലിട്ട് കെട്ടിയാ മതി. അത് രണ്ടും കൂടെ ചേരുന്നു കേട്ടോ. അത് രണ്ടും കൂടെ കൈ കിടക്കുമ്പോ അല്ല, കരയുന്നല്ല, ഞാൻ കരഞ്ഞല്ല, കണ്ണി കൂടി പോയത്. കൈ കാണിക്കുമ്പോ നോക്കട്ടെ. ഇങ്ങനല്ല, ഇങ്ങനെ ഇട്ടെ. ഹായ്. നല്ല ഭംഗിയുണ്ട്. ശരിയാ. ധാരണ സെലക്ഷനാ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വീഡിയോ വരുമ്പോ കാണാം. ഇന്നലെ ഇത് ഞങ്ങൾ അന്വേഷിച്ച് എത്ര സമയം പോയെന്നറിയാവോ? എന്റെ അപ്പൊ അവൻ പറയുന്നു എനിക്ക് ജോലിയൊന്നും ഇല്ലെന്ന്. എന്നിട്ട് ഞങ്ങള് മൂക്കുത്തി എടുത്തേ. മൂക്കുത്തി എടുത്ത് അവള് മൂക്ക് കുത്തിയിട്ടില്ല. യൂട്യൂബിൽ നോക്കട്ടെ, കുത്തിയിട്ടില്ല. അവള് മൂക്ക് കുത്തിയിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് കിട്ടില്ല. ഞാൻ അൺലക്കിയാന്ന് എപ്പോഴും പറയും ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തില്. അപ്പൊ എനിക്ക് വേണ്ടിട്ട് അങ്ങനെ തരാൻ ആരില്ല. എനിക്ക് എന്തായാലും ഹരി, ശ്രീ, ഹരി, ഈ 3 ആൾക്കാർ, അച്ഛനമ്മ, ഇത്രയും ആൾക്കാരാണ് ആ ഒരു ലെവലല്ലേ. അപ്പൊ പെട്ടെന്ന് നിങ്ങൾ വരുന്നു എന്ന് പറഞ്ഞപ്പോ അത് എനിക്ക് അവിടെ ഹിറ്റായി. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വന്നപ്പോ ഓക്കെ പോണം എന്ന് പറഞ്ഞപ്പോ എനിക്ക് സങ്കടമുണ്ട്. ഇത്ര പെട്ടെന്ന് പോണല്ലോ, കുഴപ്പമില്ല. എന്നാൽ അവർ വന്നല്ലോ അവിടുന്ന്, കൊല്ലത്തുനിന്ന്, എറണാകുളത്തുനിന്ന്, അതും ഈ തിരക്കും കഴിഞ്ഞു. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് അതിന്റെ കുറച്ച് കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് നമുക്കെല്ലാം വയറ്റിൽ നിന്ന് വിളി വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയൊരു സദ്യ തന്നെ ഉണ്ടായിരുന്നു. പപ്പടവും പരിപ്പില്ലെന്നേ ഉള്ളൂ, ബാക്കി എല്ലാ കറികളും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കായിരുന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ എല്ലാം കൊണ്ടുപോയി വിളമ്പി. അവസാനം അമ്മയോടും കൂടി ഇരിക്കാൻ പറഞ്ഞ് ഞങ്ങൾ അമ്മയും കൂടെ പിടിച്ചിരുത്തി. എനിക്കും അമ്മയ്ക്കും ഞാൻ വാഴയില വേണ്ടെന്ന് പറഞ്ഞു, അമ്മയും വേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ പ്ലേറ്റിലാട്ടോ കഴിച്ചത്, ബാക്കി എല്ലാവരും വാഴയിലാണ് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ ലോകകാര്യങ്ങളും യൂട്യൂബിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞിരുന്ന് ചെറ്റു. രേഷ്മയുടെ അമ്മ നന്നായിട്ട് കാര്യം പറയും കേട്ടോ. നല്ല രസമാണ്. എന്ന് വെച്ചാൽ നമ്മളുടെയൊക്കെ പോലെ തന്നെ കാര്യം പറയും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ പോയി കുറച്ച് നേരം സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്നു. നീ ഇങ്ങനെ എടുത്തോണ്ടിരിക്കരുത് കേട്ടോ, എനിക്ക് പേടിയാ. പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ പൂച്ചയൊന്നും എടുത്തോണ്ടിരിക്കരുത് എന്നാട്ടോ ഞാൻ പറഞ്ഞത്. എന്നോട് ആരൊക്കെയോ പറഞ്ഞു തന്നത് ഞാനും നമുക്കും പറഞ്ഞു കൊടുത്തന്നേ ഉള്ളൂ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് പിന്നെ നമ്മൾ കുറേ നേരം കിടന്നു കേട്ടോ. എന്നിട്ട് പാതിരാത്രിക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും കൂടെ ഒരുങ്ങി പുറത്തോട്ട് ഇറങ്ങുകയാണ്. നല്ല വിളിച്ചു നെറി. സെൽഫി ആയിരിക്കും. അല്ല, സെൽഫി അല്ല, നിങ്ങളെ തന്നെയാണ് നിന്റെ പൊടിയൊന്നും പറ്റില്ല ചേട്ടാ. എനിക്ക് തീരെ വയ്യ. പക്ഷെ കാന്താരി അൽഫാം, നോർമൽ പെരിമരി, മന്തി, പിന്നെ ചിക്കൻ അൽഫാം, കേരള പൊറോട്ട, പിന്നെ കുറച്ച് ചിക്കനും ബീഫും വരട്ടിയത്, പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ ഒരു ഐസ്ക്രീം. നൂൽ പൊറോട്ടയും ചിക്കൻ കറിയും നല്ലതായിരുന്നു കേട്ടോ. ബാക്കി എല്ലാം ഫുൾ ഉടായിപ്പായിരുന്നു ഈ കടയിലുള്ളവർ. കാരണം നമ്മളൊരു പൈനാപ്പിൾ ജ്യൂസ് പറഞ്ഞിട്ട് തന്നെ അതിൻ്റെ അകത്ത് പൈനാപ്പിളിനെക്കാട്ടി കൂടുതൽ വെള്ളമായിരുന്നു. പിന്നെ ചപ്പാത്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ രവിയുടെ. പാവം അതുകൊണ്ട് വീശായിരുന്നു, അത്രയും കട്ടിയൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബീച്ചിലൊക്കെ ഒന്ന് പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ബീച്ചിൽ പോയി. നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നല്ല ഊള ഫുഡായിരുന്നു അല്ലേ. ആകെ ചിക്കൻ കറി കൊള്ളായിരുന്നു, ബാക്കിയൊന്നും കൊള്ളൂല. നൂൽ പൊറോട്ട അടിപൊളിയായിരുന്നു, അത് നല്ലതായിരുന്നു. എന്തിനാ അങ്ങോട്ട് പോന്നെ? കറുപ്പിനഴക് വെളുപ്പിനഴക് ഒന്ന് തൊടാൻ കൊടിയുണരും മനസ്സിന് 100 അഴക്.
പനിമണലിൽ 17 എന്തായിരുന്നു ബഹളം? അന്നൂർ തല മുണ്ടിട്ടിരിക്കുവായിരുന്നു. എന്നാലും എടാ ഇത്രയൊന്നും ഉറക്ക പാട്ട് പാടരുത് കേട്ടോ. നിനക്കൊക്കെ നല്ല ഹൈപ്പിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. ശരിയാ. ഓ മൈ ഗോഡ്, നമ്മുടെ റൂം കണ്ടില്ലേ? അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ബീച്ചിലൊക്കെ പോയി കറങ്ങിയടിച്ച് ഭയങ്കര അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. തിരിച്ചു വന്നിട്ട് നമ്മൾ രേഷ്മ പ്രഗ്നൻ്റ് ആണെന്ന് അറിയിക്കണമല്ലോ. മാത്രമല്ല പിന്നെ അവിടെ ബർത്ത്ഡേയുടെ ഒരു കേക്കും കൂടി ഇരിപ്പുണ്ടായിരുന്നു. അതുകൂടെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് ഫോട്ടോ എടുക്കുക കേട്ടോ ഇത്. അപ്പോൾ അൻവർ ഇതുപോലെ ക്യാമറ സെറ്റ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ബാക്കിൽ കൊണ്ടുവന്ന് ക്യാമറ വെച്ചു. സെറ്റ് ചെയ്തിട്ട് അവൻ ഇതുപോലെ ടൈം ഇട്ടിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. ഇപ്പം സമയം ഏകദേശം 11 മണിയോ 12 മണിയോ 1 മണിയോ എങ്ങാണ്ട് ആയിട്ടുണ്ട്. നല്ല സമയം ഇതായിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഡാൻസ് കളിക്കാനും ഒക്കെ. അപ്പോൾ കുറേ വേറെ ഫോട്ടോസും ഉണ്ട് കേട്ടോ. അതുകൂടെ തപ്പിയെടുക്കണം. ഇപ്പോൾ ഇത് കണ്ടപ്പോഴാണ് അവനോട് ഇനി മെസ്സേജ്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ സന്തോഷമായിട്ട് മുറിച്ചിട്ട് ഇത് കഴിഞ്ഞിട്ടായിരുന്നു നമ്മുടെ ഡാൻസ്. നിങ്ങളെല്ലാവരും കണ്ടു കാണുമായിരിക്കും. അപ്പോൾ ആ ഡാൻസ് ഒരുപാട് നേരം എടുത്തു കേട്ടോ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു സമയത്ത് ഒരാൾ തെറ്റിക്കും, മറ്റേ ആൾ ശരിയാക്കും. അങ്ങനെയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങി. രവിയുടെ ആണെങ്കിൽ ഡ്രസ്സ് നാളെ പോകാനുള്ളത് ഇട്ടുകൊണ്ട് തന്നെ കിടന്നുറങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫോട്ടോ. അപ്പം നമ്മൾ വെളുപ്പിന് എഴുന്നേറ്റ് ആൾക്കാർ ചോദിക്കാറുണ്ട് ഒറിജിനൽ ആണെന്ന്, പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. കേട്ടില്ല. 2.5 ലക്ഷം രൂപയാണ് അതിന്, പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് 45,000 രൂപയായി. ഡ്യൂപ്ലിക്കേറ്റ് 45,000 രൂപയായി. അപ്പം നമ്മള് ഹരിയായിരിക്കും തോന്നി. ഹലോ. അപ്പം നമ്മള് രാവിലെ എഴുന്നേറ്റ് ഒന്ന് ഒരുങ്ങി ഇറങ്ങാൻ പോവാണ് കേട്ടോ തിരിച്ച്. വെളുപ്പിനെ 5:30-6 മണി ആയപ്പോഴത്തേന് നമ്മൾ റെഡിയായി സെറ്റായി ഇറങ്ങുകയാണ് കേട്ടോ. നമ്മൾ 6:30 ആകുമ്പോൾ നമുക്ക് വടകര എത്തണം. നമ്മുടെ ട്രെയിൻ 7 മണിക്ക് എങ്ങാണ്ട്. അപ്പം നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇനി വഴിയിൽ ബ്ലോക്ക് എങ്ങാനും ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ച് അല്ല ഇത് ബാഗ് മാത്രമേ ഉള്ളൂ. എന്റെ ബാഗ് പക്ഷേ രവീനുണ്ട്. അയ്യോ, ഞാനാണ് പണിയെടുക്കുന്നത്. ആൾക്കാർ വിചാരിക്കും ഇത് ഞാനേ ഞങ്ങളുടെ ഗർഭിണി ഇങ്ങനെ നിന്ന് ഇന്നും വൈകി. ഇപ്പൊ ക്ഷീണോ ഉറങ്ങ്, പിന്നെ ചിന്തിക്കാം. ഓക്കെ ഓക്കെ. ഐ ലവ് യു. ടാറ്റാ. നമുക്ക് അടുത്ത കുറച്ച് കുത്തുകളൊക്കെ കുത്തിയിട്ട് കാണാം. വിളിച്ചാ മതി, നിമിഷം ഇവിടെ ടാറ്റാ. സൂക്ഷിച്ചു പോണേ. ഓക്കെ. നല്ല അനുസരണയുള്ള കുട്ടി, എല്ലാം കേട്ട് നിന്നു. നമ്മളെ ഇവിടെ ഇറക്കി വിട്ടു. അവന്റെ മാത്രം ടിക്കറ്റ് കൺഫേം ആയില്ല. അപ്പൊ ജനറൽ എടുക്കാൻ വേണ്ടി നിക്കാം. നമുക്ക് അവിടെ ഇരിക്കാം. ട്രെയിൻ വന്നു. ദാണ്ടിതാ വീട്ടു. തുറക്കുന്നില്ല. എന്റെ മൂക്കടഞ്ഞിരിക്കുക. അങ്ങനെ അകത്ത് കയറിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മുടെ ടിക്കറ്റ് കോഴിക്കോട് നിന്നാണ് കൺഫേം ആയതെന്ന്. അപ്പം നമ്മൾ ജനറൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നമ്മളിങ്ങനെ പുറത്ത് നിന്നു. ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിനിൻ്റെ ഈ വാതിലിൽ നിന്ന് ട്രാവൽ ചെയ്യുന്നത്. പിന്നെ TTR വന്നിട്ട് അൻവറിന് സീറ്റൊക്കെ എങ്ങനെയൊക്കെയോ സെറ്റ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ അകത്ത് കയറിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് വിശക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ഉപ്പുമാവ്, രവീണെ ഉപ്പുമാവ്, ബാക്കിയുള്ളവർ ബ്രെഡും സാൻഡ്വിച്ചും അങ്ങനെയൊക്കെയാണ് വാങ്ങിച്ചത്. നല്ല ഉപ്പുമാവായിരുന്നു കേട്ടോ. കാണാൻ ലുക്കില്ലെങ്കിലും ഇവളിത് കഴിച്ചില്ല. ഇവൾക്കിത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. വായിലിട്ടപ്പോഴേ അവളെ കൊള്ളൂല എന്ന് എന്നോട് പറഞ്ഞു. അൻവറിന് ബ്രെഡൊക്കെ കേട്ടോ, അവനതെല്ലാം കഴിച്ചു. തണുപ്പെന്നൊക്കെ വച്ച അവസാനം ഇവിടെ കയ്യിലില്ലേ നമ്മുടെ ഇങ്ങനെ മുണ്ട്, ഈ മുണ്ട് വിൽക്കാൻ പോയവരുടെ കയ്യിൽ നിന്ന് ഞാനും നെറിന് മുണ്ട് വാങ്ങിച്ചിട്ട് അത് പുതച്ചിരിക്കാൻ തുടങ്ങി കേട്ടോ. വേറെ നിവർത്തിയില്ല, അതുപോലെ തണുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു.
വാങ്ങിച്ചിട്ട് കത്തിക്കാൻ പറ്റുമായിരുന്നു. ഇവിടെ വാങ്ങിച്ചിട്ട് കത്തിച്ചു அக்கௌண்ட் நம்பரில் 30% கேஷ் பண்ணிடுவோம். ചാക്കേട്ട് ചെയ്യുന്നുണ്ട്. എടുക്കാൻ പറ്റില്ല. ഇന്ന് നെറിന്റെ വികൃതികൾ കൊണ്ട് ഞാൻ യൂട്യൂബ് നിറച്ച് ചോദിച്ചു വായോടിച്ചു ഇറങ്ങാണ്. കല്യാണിയുടെ ഷൂട്ടിന്റെ വരും. കല്യാണി ഡേറ്റ് തന്ന ഫോട്ടോഷൂട്ട് മേക്കപ്പ് ബ്രൈഡൽ ഉടനെ ഇല്ല, ഒരു മാസം. അവള് നേരത്തെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. ഞാൻ പഠിക്കാൻ ഡേറ്റ് കൊടുത്തു. അതെ അതെ, ഇറങ്ങി പോടി. ഐ ലവ് യു ഉമ്മ. അമ്മനോട് പറഞ്ഞു നിനക്കെന്നെ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? പെട്ടെന്ന് അവർ പോയപ്പോണ്ടല്ലോ എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ ഓക്കെ കുഴപ്പമില്ല. പിന്നെ ഞാനും അൻവറും മാത്രമേ ഉള്ളായിരുന്നേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു സീരിയലിലൊക്കെ അഭിനയിക്കുന്നൊരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ചേട്ടനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അവസാനം പോവാൻ നേരത്ത് ടാറ്റയൊക്കെ കൊടുത്തിറങ്ങി. സി കേരളത്തിലാണ് കേട്ടോ ചേട്ടനൊക്കെ പരിപാടിയും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊല്ലത്തിറങ്ങി. കൊല്ലത്തുനിന്ന് നമ്മൾ രണ്ടുപേരും രണ്ട് വഴിക്കാണ് കേട്ടോ പോകുന്നത്. അൻവർ ആണെങ്കിൽ സ്കൂട്ടിയിലാണ് വന്നത്. ഞാൻ ഏട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് താമസിച്ച് വരുന്നതുകൊണ്ട് ഞാൻ ഓട്ടോയിൽ കയറി. അങ്ങനെ അവന് ടാറ്റയൊക്കെ കൊടുത്തിട്ട് ഞാൻ ഓട്ടോ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ വഴിയിൽ ഈ പെൻസിലൊക്കെ കിട്ടുന്ന കടയിലൊന്ന് നിർത്തണമെന്ന്. കാരണം അപ്പുക്കുട്ടൻ എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവന് 2 കുഞ്ഞി കളർ പെൻസിലും 2 ബുക്കും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓട്ടോ പകുതി എത്തിയപ്പോഴത്തേന് ഏട്ടൻ എത്തി. പിന്നെ ഓട്ടോ നിർത്തിയിട്ട് ഞാൻ ഏട്ടൻ്റെ കൂടെ കാറിൽ കയറി. അങ്ങനെ വീട്ടിലെത്തിക്കഴിഞ്ഞ് എനിക്ക് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കെട്ടിപ്പിടിയും ബഹളവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അകത്ത് വന്നു. അങ്ങനെ അപ്പുക്കുട്ട പടം വരയ്ക്കാൻ കയറി. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.